ജ്യോതി വന്നിട്ട് എന്നോട് ചൊല്ലണു, ഞാൻ മുരുകർ താൻ 30 വയസ്സൊക്കെ അപ്പുറം നീ എന്നോട് പ്രൊട്ടക്ഷനിലായിരിക്കുന്നു. ദിടീന്ന് ഒരു കുഴന്ത വന്നിട്ട് എന്നോട് പേര് കൂപ്പിട്ട് ഞാൻ ഒരു മന്ത്രം ചൊല്ലാൻ 3 തടവ് ചൊല്ലണമെന്ന് ചൊല്ലിയാച്ചു. കണ്ണിൽ തണ്ണീർ വരാൻ സ്റ്റാർട്ട് പണിയാച്ചു. അപ്പോൾ ആരെന്നോട് ചൊല്ലുന്നുണ്ട് മുരുകപ്പെരുമാൾ രാജരൂപത്തിൽ വരപ്പോകുന്നത്. பழனி முருகர் கோயிலில் இருக்கிறது வந்து முருகர் சிலையே இல்லை அப்படின்னு சொல்லிட்டு ஒரு പഴനിയിൽ മുരുകപ്പെരുമാളിലെ നവപാഷ ശിലതാൻ ബോഗർ ചെയ്തത്. അപ്പോൾ അവർ രണ്ടാമതൊരു ശില വെച്ചിരിക്കുക. 4 മന്ത്സൊക്കെ അപ്പുറം ന്യൂ പാർലമെന്റിൽ ചോളന്മാരുടെ ചെങ്കോല് പ്രതിഷ്ഠ പണിയാച്ചു. തമിഴ് മന്ത്രം ചൊല്ലിയിട്ട് ഇത് യാഗം 4 മാസத்துக்கு അപ്പുറം നടന്ന വിഷയമാണ്. சவுத் வந்து முருகரோட ஆச்சு, நாட்டில் வந்து முருகர் அவரோட ஃபேமஸ் கிடையாது அப்படின்னு എഗെയിൻ തിരുമ്പി വരണം. സുഭാഷ് ചന്ദ്രബോസ് അവർ ഡെത്താവില്ല അവർ അനന്തര. பழனி முருகர் கோயிலில் இருக்கிறது வந்து முருகர் சிலையே இல்லை அப்படின்னு சொல்லிட்டு ஒரு கருத்து வந்து പഴനിയിൽ മുരുകപ്പെരുമാളിലെ നവപാഷ ശിലതാൻ ബോഗർ ചെയ്തത് ഉരുവാക്കിയിരിക്കുന്നത്. അത് നവപാഷാണ ശില അവർ நிறைய இடங்களுக்கு ட்ராவல் பண்ணி ചൈനയിൽ പോയിട്ട് ചൈനീസ് കെമിക്കലൊക്കെ യൂസ് பண்ணிட்டு தான் നവപാഷാണ ശില ரெடி பண்ணிது. அது ரொம்ப மெடிசனாയിട്ട് சேஞ்ச் பண்ணிது. അപ്പോൾ അത് கலியுகத்துக்கு தான் வச்சிருக்கிறது அந்த ശില. മുരുകപ്പെരുമാള ശില ரொம்ப പവർഫുള്ളാன ഒരു എനർജി தான் അത് അംഗീകരിക്കുന്നത്. അവരപ്പോൾ ഒരു வரலாறு ഇരിക്കുക. അവർ സിദ്ധ കോൺഫറൻസ് കണ്ടക്ട് பண்ணி കലിയുഗത്തിൽ എപ്പിടി മുരുകപ്പെരുമാളുടെ ബ്ലെസ്സിങ് മക്കൾക്ക് കിടക്കണമെന്ന് നനച്ചിട്ട് അപ്പടി ഉരുവാക്കിയ ശിലതാൻ അത്. അവർ നിറയെ തടവ് ചൈനയിൽ പോയിരിക്കുക. അവരുടെ ഗുരു കാലികനാഥർ ചൈനയിൽ സമാധി പുലിപ്പാണി ചിത്ര അങ്കേതാണ് വന്നത്. ഒരു തടവ് ഇവർ ചൈനയിൽ പോയി ചൈനീസ് ഉയരെടുത്ത് ലാവോസ് എന്ന പേരിൽ ഒരു റിലീജിയൻ സ്റ്റാർട്ട് പണിയാச்சு. അത് താവോയിസ് എന്ന് ചൊല്ലി ഒരു താവോ തേച്ചിങ്ങനെ ബുക്കും എഴുതിയാச்சு. അതുക്കപ്പുറം അവർ റിട്ടേൺ വന്നിട്ട് தான் പഴനിയിലേക്ക് വരണത്. അപ്പോൾ അവർ വേറൊരു அந்த ടൈമിൽ അവർക്ക് தெரியும் മുരുകയോഗം വരപ്പോത്. മുരുകയോഗത്തിൽ മുരുകപ്പെരുമാളുടെ ബ്ലെസ്സിങ് എപ്പടി മക്കൾക്ക് കിടക്കണം. അപ്പോൾ അവർ രണ്ടാമതൊരു ശില വെച്ചിരിക്കുക. അത് നേരെ കീഴെ അത് ബോഗർ அதுக்கு கீழே தான் போகர் சமாதி. இப்போ நம்மளும் முருகப்பெருமாளை பார்க்கணும், ப்ரேயர் பண்ணணும். அதுக்கு கீழே தான் போகர் சமாதி. அங்கே தான் ரெண்டாமது சிலை. அந்த ரெண்டாமது சிலை எந்த மாதிரி சிலை എന്നുള്ളതാണ് ரொம்ப സർപ്രൈസ് ആയിരിക്കുന്നത്. അതുதான் മുരുകപ്പെരുമാൾ എനിക്ക് ചൊല്ലി തന്ന ഒരു വിഷയം. അത് ഡാർക്ക് മാറ്ററിൽ தான் அந்த சிலை இருக்கிறது. டார்க் மேட்டர்னு சொல்கிறது ரொம்ப இம்பார்ட்டண்ட்டான ஒரு விஷயம். சயின்ஸு அதில் இப்போ ஸ்டடி பண்ணிக்கொண்டே இருக்கணும். டார்க் எனர்ஜி, டார்க் மேட்டர். அது உலகത്തിൽ മാറ്റർ தான் നമ്മളെല്ലാവരും മാറ്റർ റെഡി பண்ணிக்கிற മാറ്റർ தான். அது 3% 4% மட்டும்தான் உள்ளது. 27% டார்க் மேட்டர் தான். அதுக்கு 60+ டார்க் எனർജി தான். டார்க்குன்னு പേര് വരാൻ കാരണം അവർ பார்க்க முடியல, അതുകൊണ്ട് மட்டும்தான் டார்க்குன்னு പേരിട്ടിരിക്കുന്നത്. டார்க் எனர்ஜி, டார்க் மேட்டர். അപ്പോൾ അതിലിപ്പോൾ സയൻസ് സ്റ്റഡി പണിക്കൊണ്ടിരിക്കണം. அந்த സയൻസ് അതിൽ സക്സസ് ആയാൽ இந்த അർത്ഥേ ചേഞ്ച് ആവും, പുതു എനർജി കിടക്കും, ரொம்ப ഡിഫറെൻ്റ് ആവും വേൾഡ്. പക്ഷെ ബോഗർ ചിതർക്ക് அந்த കാലത്തിൽ தெரியும் இந்த എനർജി വരപ്പോകുന്നത്. അപ്പോൾ രണ്ടാമത് ചില அந்த എനർജി தான் വെച്ചിരിക്കണം. മുരുകത്തിൽ இந்த டார்க் எனர்ஜி സയൻസ് കിടക്കേ പോകുന്നത്, സയൻസിന് കിടക്കേ പോകുന്നത്. அதுக்கப்புறம் இந்த രണ്ടാമത് ചില വെളിയിൽ വരും. நீங்கள் ஒரு புக் எழுதியிருக்கிறதா சொன்னீங்க முருகருக்கு. அது நான் 2004 முதல்ல ஸ்டார்ட் பண்ணியிருக்கேன் என்னோட ஜேர்னி. நிறைய சீக்ரெட்டான இடங்களுக்கு முருகர் அனுப்பியிருக்கேன். അപ്പോൾ நிறைய எக்ஸ்பீரியன்ஸும் கிடச்சிருக்கேன், நிறைய சீக்ரெட்டான விஷயங்களும் கிடச்சிருக்கேன். அதெல்லாம் சொல்லிட்டு இந்த புக்கு தமிழில் எழுதியிருக்கேன். ഓ മുരുക കുമാരി കാണ്ടം നോക്കി എൻ പയനം, അതുதான் ബുക്കിൻ്റെ പേര്. അതിന് ഇംഗ്ലീഷും ഇരിക്കുക. മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ 4th ഡൈമെൻഷൻ. എൻ്റെ ഗുരു 4th ഡൈമെൻഷൻ தான் വരുന്നത്. நிறைய எக்ஸ்பீரியன்ஸ் 4th ഡൈமெൻഷൻ கனெக்ட் பண்ணி എനിക്ക് കിടച്ചിരിക്കുക. അപ്പോൾ ഇത് அந்த புக்கில் சொல்லியிருக்கேன். ஆமசோனில் இது நிறைய கிடைக்கிறது. முருகர் வந்து உங்களுக்குன்னு சில டியூட்டிஸ் ஒதுக்கியிருக்காங்கன்னு சொல்கிறீங்க. அப்படி என்ன டியூட்டி கொடுத்தாங்க உங்களுக்கு? ஓகே, അതിലും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. 2017 മെയ് 1 ഷഷ്ടി നാൾ தான் LMRക്ക് സ്റ്റാർട്ട് பண்ணது. ഫസ്റ്റ് ഡ്യൂട്ടി നമുക്ക് കിടക്കുന്നത് 2018 അതെന്താ വെച്ചാൽ ഒരു മയൂര സിംഹാസനം ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠപ്പെടണം, പഴനിയിൽ പൂജ പണിയിട്ട്. എതുക്ക് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ മുരുകയും സ്റ്റാർട്ട് പണിയാச்சு. അപ്പോൾ കണ്ടിപ്പോൾ മുരുകർ പെരുമാൾ ഒരു സിംഹാസനം വരണം. അത് എங்கே വരണം? ഇംഗ്ലണ്ടിൽ. എതുക്ക് ഇംഗ്ലണ്ട് தான் 0 டைம் சோன். இப்போ ഗ്രീനിജ് டைம் சோன்னு தான் 0 டைம் சோன் கவுண்ட் பண்ணது. இப்போ நம்ம இந்தியன் டைம் 0 ഗ്രീനിജ് ടൈമിന് 5:30 മുമ്പ് தான். അപ്പോൾ அப்படி தான் 0 എന്നുള്ളത് ഗ്രീനിജ് ടൈം தான். ഒരു ടൈമിൽ ആൻഷ്യൻ വേൾഡിൽ ഇന്ത്യയിൽ தான் 0 ടൈം ഇരുന്നത്. உங்களுக்கு தெரியுமா? அந்த இடம்னு தெரியுமா? ഉജ്ജയിൻ தான்.
இப்போ ഗ്രീനിജ് എപ്പടി 0 ടൈംസ് சொல்லனா அதே மாதிரி ഇന്ത്യ പവർഫുൾ ആയിരുന്ന ടൈമിൽ ഭാരതം പവർഫുൾ ആയിരുന്ന ടൈമിൽ ഉജ്ജയിനി தான் 0 ടൈം സോൺ ആയിട്ട് കൗണ്ട് பண்ணது. ഇപ്പോഴും നമ്മൾ പഞ്ചാംഗം റെഡി பண்ணது ഉജ്ജയിൻ ടൈം വെച്ച് தான் പഞ്ചാംഗം റെഡി பண்ணும். அதுதான் கரெக்ட் 0 டைம் சோன். அப்போ നമ്മൾ அங்கே 0ന്ന് தான் எல்லாம் ஸ்டார்ட் பண்ணணும். നമ്മൾ வாக் பண்ணும்போது கார் ஸ்டார்ட் பண்ணும் எல்லாம் ചെയ്യുമ്പോൾ 0ന്റെ എനർജി എടുത്താൽ தான் മൂവ് பண்ண முடியும். അപ്പോൾ മുരുകയൊക്കെ വരുമ്പോൾ 0 എനർജിയിൽ മുരുകപ്പെരുമാൾ സിംഹാസനം വന്ന എനർജി സ്പ്രെഡ് ആവണം. അപ്പോൾ அதுக்கு தான் ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് ഇങ്ങനെ മയൂര സിംഹാസനം പ്രതിഷ്ഠ പണി അங்கே കൊണ്ട് ഇംഗ്ലണ്ടിൽ വെയിൽസിൽ താന്തോന്ത്രി ആഞ്ജനേയർ കോവിൽ അതിൽ പ്രതിഷ്ഠ പണിയത്. റീസെൻ്റ് ആയിട്ട് 1 മന്ത് മുമ്പ് NCERT ഇന്ത്യ ഗവൺമെൻറ് NCERT ബുക്കിൽ ഒരു വിഷയം ചേഞ്ച് പണിയിരിക്കുക 0 ടൈംസ് ഉജ്ജയിൻ. അത് ഒഫീഷ്യലായിട്ട് വന്നു നമ്മൾ എതൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നു സ്റ്റാർട്ട് പണിയാച്ച്. സെക്കൻഡ് 2020 தான் നമ്മൾ അടുത്ത് നെക്സ്റ്റ് ചെയ്തത്. അതെന്താ വെച്ചാൽ ഒരു മുരുകപ്പെരുമാൾ ശില പഴനിയിൽ പൂജിച്ച് സ്വിറ്റ്സർലൻഡിൽ കൊണ്ട് പ്രതിഷ്ഠ പണിയാച്ച്. സ്വിറ്റ്സർലൻഡിൽ ഒരു മണി എനർജി ഇരിക്കും. അത് കാരണം എല്ലാ കൺട്രീസിൽ നിന്നും മണി അങ്ങ് പോയി ചേർന്നത്, സ്വിസ് ബാങ്ക് പോയി ചേർന്നത്. അപ്പോൾ അതുക്ക് മേലെ മുരുകപ്പെരുമാൾ ശില പ്രതിഷ്ഠ പണിയ വേൾഡിലെ മണി സിസ്റ്റം ചേഞ്ച് വരും. ഡോളർ ഡൗൺ ആവും, ഇന്ത്യൻ റുപ്പീസ് പവർഫുൾ ആവും. അതുക്ക് താൻ അങ്ങ് പോയി പ്രതിഷ്ഠ പണിയത്. ഇപ്പോൾ 4 years ആയി പാരുങ്കോ 18 കൺട്രീസിൽ ഇന്ത്യൻ റുപ്പീസ് ഡയറക്റ്റാக உங்களுக்கு സെയിൽ பண்ண முடியும். റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യൻ റുപ്പീസിൽ தான் വാങ്ങുന്നത്. அதுக்கு മുമ്പ് ഒന്നുമേ നടക്കില്ല, ഇவ்வளோ വർഷം നടക്കില്ല. ഇത് പ്രതിഷ്ഠ പണിയത് അപ്പുറം നടക്കണ വിഷയം എന്താ, ഇറാനിൽ നിന്ന് ഡയറക്റ്റ് റുപ്പീസ് കൊടുത്തിട്ടാണ് പെട്രോളിയം നമ്മൾ ബൈ പണത്. ഡോളർ ഡൗൺ ആയി തുടങ്ങിയാച്ച്, പെട്രോൾ ഡോളർ എന്നുള്ളൊരു പൊസിഷനിൽ ഡോളർ ഇപ്പോൾ ഡൗൺ ആയി തുടങ്ങിയാച്ച്. ഇത് ഇപ്പോൾ 4 yearsൽ ഇவ்வளோ റിസൾട്ട് വന്നിരിക്കുക. അപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ആ സെക്കൻഡ് ഡ്യൂട്ടി. തേർഡ് ഡ്യൂട്ടി നമ്മൾ പണിയത് സ്കന്ദഭാരത മഹായാഗം. യാഗം പണിയത് പഴനിയിൽ വെച്ച് ആഗസ്റ്റ് 15 പണിയത്. അതേമാതിരി ഇന്ത്യ ഫിനാൻഷ്യൽ പവർഫുൾ ആവണം. അതൊക്കെ തന്നെ സ്കന്ദഭാരത മഹായാഗം ആഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടത്തിയത്. ഇപ്പോൾ 3 years ആയിച്ച് പാരുങ്കോ. இப்போ நிறைய கண்ட்ரிஸ் இந்தியனை விஸ்வகுரு கூப்பிட்டு தொடங்கியாச்சு. விஸ்வகுரு வந்து இந்த ஆகஸ்ட் 15க்கு அப்புறம் நிறைய சேஞ்சஸ் விஸ்வ இல்ல பண்ணியாச்சு. 2021 ஸ்டார்ட் பண்ணி 3 yearsல நிறைய விஷயங்கள் நடந்திരിക്കുക. அதுதான் அந்த டியூட்டி பண்ணிയത്. അടുത്ത ഡ്യൂട്ടി ചെയ്ത് 2022 ഡിസംബർ 4 ചെന്നൈയിൽ വെച്ചിട്ട് നമ്മൾ യാഗം പണിയത്. அந்த യാഗത്തിൻ്റെ പേര് செந்தமிழ் മുരുക വീര ചോഴ പെരുവേൽവി. അത് എതുക്കെ ഇത് യാഗം പണി വെച്ചാൽ ചോഴ രാജാക്കന്മാരുടെ വിഷയം നിറയെ വിഷയങ്ങൾ നടക്കാൻ, തമിഴ് കലാചാരം പവർഫുൾ ആവാൻ. അപ്പോൾ എല്ലാ ചോള രാജാക്കന്മാർക്കും ദർപ്പണം കൊടുത്തിട്ട് தான் നമ്മളെന്താ യാഗം സ്റ്റാർട്ട് പണിയത്. അത് യാഗத்துக்கு அப்புறம் பாருங்க 4 monthsக்கு அப்புறம் நியூ பார்லிமெண்ட்டில் சோழமாരുടെ செங்கோல் പ്രതിഷ്ഠ പണിയാச்சு തമിഴ് മന്ത്രം ചൊല്ലിയിട്ട്. இந்த യാഗങ്ങൾ 4 മാസத்துக்கு അപ്പുറം നടന്ന വിഷയം എന്താ, പൂംഹാർ സിറ്റി കടലിനടിയിൽ നിന്ന് കിടച്ചത് 5 മാസം കഴിഞ്ഞപ്പോൾ കിടച്ച വിഷയം എന്താ. നമ്മൾ പ്രൈം മിനിസ്റ്റർ UN പോയിട്ട് ഇവർ ചൊല്ലിയാച്ച് ഓൾഡസ്റ്റ് ലാംഗ്വേജ് വേൾഡ് തമിഴ് தான், ഞാൻ അതിൽ പെരുമപ്പെടുന്നത്. അപ്പം നിറയെ വിഷയങ്ങൾ அந்த യാഗத்துக்கு അപ്പുറം അത് കണക്ട് പണി നടന്നിരിക്കുക. നെക്സ്റ്റ് യാഗം യിങ് യാങ് യാഗം എന്നാണ് നടന്നത് പഴനിയിൽ വെച്ചിട്ട് ആഗസ്റ്റ് 15 2023 ആഗസ്റ്റ് 15. അത് എതുക്കെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ യിങ് യാങ് എന്ന് പറയുന്നത് ചൈനീസ് സിമ്പിൾ താവോയിസം. നിങ്ങൾ பார்த்துருக்கும் കറുപ്പ് വെള്ള രണ്ട് ഓപ്പോസിറ്റ് പവറിനെ ബാലൻസ് பண்ண സിമ്പിൾ தான் യിങ് യാങ്. അപ്പോൾ இந்த യാഗം பண்ணதுக்கு വെച്ചാൽ ചൈനീസ് ഇന്ത്യ ചൈന அந்த ഒരു സ്പിരിച്വൽ പാത്തിരുന്നു அந்த ടൈമിൽ ബോഗർസിന്റെ ടൈമിൽ. அதுக்கப்புறம் அது க்ளோஸ் ஆயாச்சு, பொலிட்டிக்கல் மாறி சேஞ்ச் ஆயாச்சு, இந்திய சைனா நிம்மி ஆயாச்சு. இது திரும்பி கொண்டு வர ஓப்பன் பண்ணணும், ஸ்பிரிச்சுவல் ஓப்பன் பண்ணணும். டிபெட் சைடு அது ஓப்பன் பண்ணணும், ஸ்பிரிச்சுவல் பார்த்து ஓப்பன் பண்ணி കഴിഞ്ഞാൽ ഇന്ത്യ ചൈന സൈഡിൽ പൊളിറ്റിക്സ് ചേഞ്ച് ആവും, ഇന്ത്യക്ക് ഫേവർ ആവും. ഒരു ഇന്ത്യ ചൈന റഷ്യ മാതിരി ഒരു കണക്ഷൻ വരണം വേൾഡിൽ, പവർഫുൾ ആവുന്ന ഒരു കണക്ഷൻ. അപ്പോൾ അതുക്ക് தான் இந்த യാഗം എന്താ ഓപ്പൺ பண்ணാൻ വേണ്ടിയിട്ട് தான் இந்த യാഗം നടത്തി. அந்த യാഗത്തിൽ ഞാൻ താവോയിസ്റ്റ് പീപ്പിളെ കൂപ്പിട്ടാச்சு, ചൈനീസ് പീപ്പിளை கூப்பிட்டாச்சு. உங்களை வாங்க உங்கள் குரு இங்கே இருந்தாலும் சொல்லி அவர் வந்து அட்டன் பண்ணியாச்சு. அதுக்கப்புறம் அவரோட ப்ரோக்ராமில் என்ன கூப்பிட்டாச்சு. அப்படி ஒரு ரிலேஷன் ஸ்டார்ட் பண்ணியாச்சு. அப்போது அதுக்கு தான் இந்த யிங் யாங் யாகம் நம்ம பழனியில் ചെയ്തത്. ചൈന அப்படின்னு சொன்னோன்னே எனக்கு போதி தர்மம் ബോധി ധർമ്മനും പോയിരിക്കുക. കാരണം அந்த ടൈമിൽ നിറയെ ബോഗർസിദ്ര ബോധി ധർമ്മൻ എല്ലാം ചൈനയിൽ പോയിരിക്കുക. കാരണം ചൈനയായിട്ട് ரொம்ப ക്ലോസ് ഇരുന്നൊരു ടൈം தான், സ്പിരിച്വൽ കണക്ഷൻ ഇരുന്നാച്ച്. ആ ഒരു കണക്ഷൻ പോയി. ഇപ്പോൾ തിരുമ്പി കൊണ്ടുവന്നാൽ മറ്റും ഇന്ത്യ അർത്ഥത്തിൽ ഭൂമിയിൽ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് പവർഫുൾ ആവും, ഇന്ത്യ സൈഡ് പവർഫുൾ ആവണം, ഒരു കണക്ഷൻ ഓപ്പൺ பண்ணணும். அதுக்கு தான் இந்த யிங் யாங் யாகம் பண்ணியது.
அதுக்கப்புறம் நம்ம லாஸ்ட் பண்ணியது உஜ்ஜயினில் இந்த வருஷம் மார்ச் 14 പളനി ഉജ്ജയിൻ കാർത്തികേയ മഹായാഗം നടത്തിയാச்சு நம்ம 3 കാര്യത്തിൽ தான் அந்த யாகம் பண்ணிയത്. ഒന്ന് ഇന്ത്യൻ ആർമിക്ക് ദേവസേനാപതിയുടെ ബ്ലെസ്സിങ് കിടക്കുക. കാരണം ഇന്ത്യ പവർഫുൾ ആവണമെങ്കിൽ ഇന്ത്യ ആർമിയും പവർഫുൾ ആവണം. ഒരു കൺട്രി സൂപ്പർ പവർ ആവണമെങ്കിൽ കൺട്രിയുടെ ആർമിയും സൂപ്പർ പവർ ആവണം. அதுக்கு தான் இந்த யாகம் பண்ணிയത്. അത് ബൈ റോഡ് தான் കൊണ്ടുവന്നത്. അത് എതൊക്കെ വെച്ചാൽ ഇന്ത്യ യുണൈറ്റ് ആയിട്ടിരിക്കണം. കാരണം സൗത്ത് വേറെ നോർത്ത് വേറെ കട്ടിങ് സൗത്ത് എന്നൊക്കെ ചൊല്ലിയിട്ട് നിറയെ ആൾക്കാർ പേഴ്സണൽ ടൈപ്പ് താനിത്. சவுத்து வேற நோர்த்து அது அப்படியே ஆகக்கூடாது, ஒரு யுனைட்டி வரணும்னு சொல்லிட்டு அதுக்கு தான் அந்த யாகம் யாகம் பண்ணிது. அதுக்கு ரிசல்ட் உங்களுக்கு தெரியும். இப்போ அந்த எலெக்ஷனுக்கு அப்புறம் ஆരും கட்டிங் சவுத்து சொல்லவே இல்லை. அந்த மாதிரி சேஞ்சு வந்திருക്കുക. അപ്പോൾ നമ്മൾ ഓരോ പണ്ണുമ്പോഴും മുരുകപ്പെരുമാളുടെ ഡയറക്ഷനിൽ தான் பண்ணണത്. அதுக்கு ஒரு காரணம் இருக்கும், அது ஒரு ரிசல்ட் இருக்கும். அது கண்டிப்பாக நார்த் சவுத்துன்னு சொல்லும்போது தெரியுது, சவுத் வந்து முருகரோட ஆச்சு, நார்த்ல வந்து முருகர் அவரோட ஃபேமஸ் கிடையாது அப்படின்னு. ஓகே, உங்களுக்கு ஒரு விஷயம் தெரியுமா? വിക്രമാദിത്യരുടെ സണ്ണിൻ്റെ പേരെന്നാ தெரியுமா? കുമരഗുപ്തൻ. അവരുടെ സണ്ണിൻ്റെ പേരെന്നാ தெரியுமா? സ്കന്ദഗുപ്തൻ. എപ്പടി പേര് ഒരു കിങ്ങിന് രാജാവിന് വരണം? രാജാവിന് അപ്പടി പേര് വന്നിട്ട് എவ்வளோ മക്കൾക്ക് അന്ത പേരിരിക്കും അന്ത ടൈമിൽ. ഇനി ഇപ്പം നളന്ദ യൂണിവേഴ്സിറ്റി പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഇനോഗ്രേറ്റ് പണിയാச்சு. அந்த டைமில் டேமேஜ் ஆயிடுது. அது பில்ட் பண்ணிയത് കുമരഗുപ്തൻ தான். അപ്പോൾ കുമരഗുപ്തനും സ്കന്ദഗുപ്തനും പേര് കിങ്ങിന് വരുമ്പോൾ അവരുടെ നാണയങ്ങളെടുത്ത് പാരുക മുരുകരുടെ ഇതിരിക്കുക. അപ്പോൾ അന്ത ടൈമിൽ മുരുകർ പൂജ അന്ത കാല ഉണ്ടായിരുന്ന ആச்சு. പിന്നെ അത് മിസ്സായത്. എഗെയിൻ തിരുമ്പി വരണം. அதுக்கு தான் നമ്മൾ എന്താ യാഗം பண்ணிയത്. മുരുകർ വരണം. அதுக்கு தான் இந்த യാഗം பண்ணிയിരിക്കുന്നത്. അത് ഇപ്പോൾ നിങ്ങൾ വിദേശാന്ന് ഒരു ഇടം ഇരിക്കുക മധ്യപ്രദേശിൽ. ഞാൻ അങ്ങ് പോയിരിക്കുക. അങ്ങ് ചന്ദ്രഗുപ്തൻ 2 അന്ത ടൈമിൽ അവർ ഗുഹാ ക്ഷേത്രം കേവ് ടെമ്പിളും വെച്ചിരിക്കുക. 18 കേവ് ടെമ്പിൾ ഉണ്ട്. ഇപ്പോൾ യുനെസ്കോ தான் അത് മെയിൻറ്റെയിൻ பண்ணது. അതിൽ 3rd ടെമ്പിൾ பாருங்க പഴനിയാണ്ടവർ தான் முருகப்பெருமாள் சிலை தான் இருக்கிறது. உங்களுக்கு கூகுளில் சர்ச் பண்ணி பாருங்க. எப்படி பழனியாண்டவர் இருக்குது அதே மாதிரி தான் அந்த சிலை இருக்கிறது. அந்த டைமில் நிறைய முருக பூஜை இருந்த ஒரு இடம் தான் നോർത്തും. കണ്ടിന്യൂ അത് കണ്ടിപ്പോൾ അത് അഗെയിൻ റിട്ടേൺ വരും. അതുക്ക് தான் அந்த യാഗം பண்ணிയിരിക്കുന്നത്. ഇനി 2 യാഗം ഇരിക്കുക. 6 യാഗം தான் നമുക്ക് ചൊല്ലിയിരിക്കുന്നത്. ഇനി അഗ്നിയാഗം ഇരിക്കുക. ഒരു അതുക്കപ്പുറം ടൈം കാലം മഹായാഗം. ഈ അഗ്നിയാഗം ടൈമിൽ ഒരു സിദ്ധ കോൺഫറൻസ് ചെയ്യാൻ പോകുന്നത്. അതുക്ക് தான் അഗ്നിയാഗം. അത് എതുക്ക് எப்போ எந்த இடத்துல வச்சது எனக்கு தெரியாது. நீ முருகப்பெருமாள் சொல்லி தான் தெரியும். சொல்ல ஐ ஆம் வெயிட்டிங். അപ്പോൾ அதுக்கப்புறம் ടൈം യാഗം தெரியும். ടൈം യാഗം தெரியுമ്പോൾ ഞാൻ എന്നോട് ബുക്കിൽ ചൊല്ലിയിരിക്കുക, நிறைய ഇൻ്റർവ്യൂവിൽ ചൊല്ലിയിരിക്കുക ഒരു വേൾഡ് മുരുക കോൺഫറൻസ് നടത്ത പോകുന്നതെന്ന്. ഇപ്പോൾ ഇങ്ങ് നടക്കാൻ പോകുന്നത് DMK ഗവൺമെൻറ് இந்த മാസം പഴനിയിൽ നടത്ത പോകുന്നത് വേൾഡ് മുരുക കോൺഫറൻസ്. നല്ല വിഷയം. കാരണം എല്ലാവരും ചൊല്ലട്ടെ മുരുകപ്പെരുമാളുടെ വിഷയം, സന്തോഷമുള്ള വിഷയം. കണ്ടിപ്പോൾ നമ്മളും ചെയ്യും മുരുകപ്പെരുമാളുടെ വേൾഡ് കോൺഫറൻസ് കണ്ടിപ്പോൾ ചെയ്യും. നമ്മൾ ഫസ്റ്റ് அதுக்கு മുമ്പ് അഗ്നിയാഗം വരപ്പോകുന്നത്. അത് വെയിറ്റിംഗ്. முருகர் மேலே இவ்வளோ பக்தி, இவ்வளோ பாசம் அப்படி வர்றதுக்கு முக்கியமான உங்கள் லைஃப்பில் திருப்பம் காரணம் என்ன? അത് എന്നോട് സ്റ്റാർട്ടിങ് എന്നോട് 28ാമത്തെ വയസ്സ്. ഞാൻ നോർമൽ ലൈഫ് ഇതായിരുന്നത്. 28ാമത്തെ വയസ്സിൽ ഒരു കനവ് വരുതാണ്. കനവിൽ ഒരു ജ്യോതി വന്നിട്ട് എന്നോട് ചൊല്ലണു, ഞാൻ മുരുകർதான் 30 വയസ്സൊക്കെ അപ്പുറം നീ എന്നോട് പ്രൊട്ടക്ഷനിലായിരിക്കുന്നു. 30ാമത്തെ വയസ്സിൽ അതിന് കുഴന്ത രൂപത്തിൽ ഞാൻ പടുക്ക പോകുന്നത് ഒരു 9:30 அந்த டைம் நைட்டு ஃபேன் ஆன் பண்ணி சுவிட்ச் லைட்டൊക്കെ ഓഫ് பண்ணி പടുക്കുന്ന ടൈമിൽ ബോഡി സെമി പാരലൈസ് ആയാச்சு. திடீர்னு ഒരു കുഴന്ത വന്നിട്ട് എന്നോട് പേര് കൂപ്പിട്ട് ഞാൻ ഒരു മന്ത്രം ചൊല്ലാൻ 3 തവണ ചൊല്ലണമെന്ന് ചൊല്ലിയാச்சு. 3 തവണ ഞാൻ ചൊല്ലിയാச்சு. കുഴന്ത പോയാச்சு. அதுக்கப்புறம் ഞാൻ തിരുമ്പി എന്നോട് ബോഡി നോർമലായാச்சு. அதுக்கப்புறம் പിന്നെ 2013 എനിക്കൊരു ഫോൺ, ഞാൻ വെളിയിൽ ഫോൺ പണി നിൽക്കുന്നിട്ട് ഫോൺ കട്ട് പണി തിരുമ്പി വരുമ്പോൾ മൊബൈൽ കട്ട് பண்ணி ബോഡി തിരുമ്പ മുടിയില്ല. ബോഡി ഫ്രീസ് ആയാச்சு. അപ്പോൾ സറൗണ്ടിങ് എയർ ரொம்ப ഹോട്ട്. അപ്പോൾ കണ്ണിൽ തണ്ണീർ വരാൻ സ്റ്റാർട്ട് പണിയാச்சு. അപ്പോൾ ആരെന്നോട് ചൊല്ലുന്നുണ്ട് മുരുകപ്പെരുമാൾ രാജരൂപത്തിൽ വരപ്പോകുന്നതെന്ന്. അത് സറൗണ്ടിങ് എയർ ரொம்ப ഹോട്ടായാச்சு. എനിക്ക് മൂവ് പണ്ണാൻ മുടിയുന്നില്ല. ദിടീന്ന് ആരെന്നെ ഇങ്ങ് പഞ്ച് പണിയാச்சு. സ്ട്രോങ് പഞ്ച് ഫേസ് ഇപ്പിടി ആയാச்சு. അപ്പോൾ ഒരു കോക്കനട്ട് ട്രീയുടെ ഹൈറ്റിൽ ഒരു ക്ലൗഡിൻ്റെ ഉള്ളിൽ നിന്ന് കയ്യളവിലൊരു ജ്യോതി വെളിയിൽ വന്നാச்சு. ഞാൻ അപ്പടിയെ ബോഡി റിലാക്സായി ഞാൻ അപ്പടിയെ തൊഴുത് നിന്നാச்சு. 5 മിനിറ്റ്സൊക്കെ അപ്പുറം ക്ലൗഡ് അപ്പടിയെ ഉള്ളിൽ പോയാச்சு. ജ്യോതി ക്ലൗഡിൻ്റെ ഉള്ളിൽ പോയാச்சு. ക്ലൗഡ് ഡിസപ്പിയർ ആയാச்சு. ഞാൻ ബോഡി റിലാക്സായി വന്ന് തിരുമ്പി വന്ന് വീട്ടിലേക്കുള്ളിൽ വന്നാச்சு. ഇന്ന് 5 മിനിറ്റ്സ് എന്നോട് വീട്ടിൽ നിന്ന് ആരും വെളിയിൽ വരില്ല.
പക്കത്തിൽ വീട്ടിൽ നാളും വരില്ല വരില്ല, ഫ്രണ്ടിൽ റോഡ് ഇരിക്കുക, ആരും പോകില്ല, നാച്ചുറൽ ഫ്രീസ് ആയാച്ച്. ഞാൻ ഒരു ഹാഫ് ആൻ അവർ ഉള്ളിൽ പോയി വിൻഡോയിൽ പിടിച്ച് ഇപ്പിടി നിന്നിട്ട് തന്നെ എൻ്റെ ബോഡി നോർമലൈസ് ആയത്. അതുക്കപ്പുറം നമ്മൾ മുരുകപ്പെരുമാളുടെ എല്ലാ ഡ്യൂട്ടി വരുന്നത് എപ്പോഴും ഇவ்வளோ பாஸ் இல்லாதிருக்கும் இதேபோல் எக்ஸ்பீரியன்ஸ் கிடைச்சா. ஓகே, ஆறுபடை வீடுன்னு சொல்லுவாங்க. ஆறுபடை வீட்டில் எந்த வீடு வந்து முருகருக்கு பிடிச்ச வீடு? அது ரொம்ப ஒரு விஷயம் இருக்கு. നമ്മളിപ്പോൾ ആറുപട വീടെന്ന് ചൊല്ലുന്നുണ്ട്, തമിഴ്നാട്ടിലതായിരിക്കും. കുമാരി കാണുന്ന ടൈമിൽ ആറുപട വീട് ഇതല്ല, വേൾഡ് മുഴുവൻ ഇരുന്ന് വെച്ച്. 3 വിഷയം എനിക്ക് തിരഞ്ഞിരിക്കുക, 3 വിഷയം തിരിയില്ല. ഒന്ന് ആസ്ട്രേലിയ ബ്ലൂ മൗണ്ടൻ എന്നാണ് ഒരു പടവീട്. നമ്മൾ ഒരു പാരുங்க 6 പടവീട് എന്നാ ചൊല്ലണത്, ടെമ്പിൾ എന്നല്ല ചൊല്ലണത്, ആർമി ക്യാമ്പ് തന്നെ അത്. കോവിൽ എന്നല്ല ചൊല്ലണ, പടവീട് എന്ന് ചൊല്ലാൻ കാരണം ആർമി ക്യാമ്പ്, ദേവസേനാപതിയുടെ 6 ആർമി ക്യാമ്പ് തന്നെ അത് കുമാരികാണ്ഡത്തിന്റെ 6 ഇടങ്ങളിൽ ഇരുന്നത്. നിങ്ങൾ ആസ്ട്രേലിയ പോകുമ്പോൾ ബ്ലൂ മൗണ്ടൻ തന്നെ അതൊരു ഇടം. അങ്ങ് അബോർജിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴമുടി മക്കളുണ്ട്. അവരുടെ പല ലാംഗ്വേജും തമിഴായിട്ട് കണക്റ്റഡാണ്. ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് പണിയാச்சு. അവരുടെ പേര് കോളിൻ ഹൈറ്റർ. അവർ ആർക്കോളജി ഇതിൽ വേല பார்க்குறது. അവർക്കൊരു തിയറി ഇരിക്കുക. അവർ சொல்றது തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെ അബോർജിയൻസ്. അங்கே ഫ്ലഡ് ആയപ്പോൾ അങ്ങേന്ന് പോയി ഈജിപ്തിൽ പോയാச்சு. ഈജിപ്തിൽ അവർ പിരമിഡൊക്കെ റെഡി പണി. അങ്ങൊരു ഇത് സിഫനിസ് എന്ന് പറഞ്ഞ ഇതുണ്ടാവും, മനുഷ്യമുഖം സിംഹ ഉടൽ പാത്തിരിക്കുന്നത്. ഈ ആസ്ട്രേലിയയിൽ ലയൺ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഇടമുണ്ട്. ഇത് രണ്ടും വെച്ച് പാരുക, ഫോട്ടോ സെയിം ആയിരിക്കും. ഇങ്ക നേച്ചർ ഇങ്ക ഇവർ കൺസെപ്റ്റ് പണിയത്, ഇങ്ങനെ പോയ ആൾക്കാർ ചെയ്തതാണിത്. അപ്പോൾ അപ്പടിയെ ഒരു വേൾഡ് മുഴുവൻ കണക്ഷൻ ഇരിക്കുക. ഇനിയൊരു യസീദി എന്ന് പറഞ്ഞ ഇറാഖിലൊരു ടീം ഇരിക്കുക, യസീദികൾ സെർച്ച് പണി പറഞ്ഞു. അവർ പ്രെയർ പണത് മയിലിൻ്റെ മേലിരിക്കുന്ന ഗോഡിനാണ് പ്രെയർ പണത്. അവർ ഇറാഖിൽ താൻ ചൊല്ലണത് കേട്ടാ. അങ്ങ് അവർ കോവിൽ വിളക്കിരിക്കുക, ഒരു പടം ഇരിക്കുക, ഇന്ത്യൻ ലേഡി മാതിരി ഒരു പടം ഇരിക്കുക. ഇതെല്ലാം ഇങ്ങ് കുമാരികാണെന്ന് കട്ട് പണി പോയ ആൾക്കാർ തന്നെ. നേരത്തെ ഞാൻ ചൊല്ലിയാച്ചില്ല, മറ്റേ താവോയിസ്റ്റ് എന്നൊക്കെ ചൊല്ലണ മാതിരി കട്ട് പണി പോയ ആൾക്കാർ. അപ്പോൾ അന്തമാതിരി 6 ഇടങ്ങളിൽ ഇരുന്ന ഇടം തന്നെ. ഒന്ന് ഇപ്പോൾ ആഫ്രിക്കയിൽ റീയൂണിയൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഇടം ഇരിക്കുക, ഒന്ന് ഉജ്ജിയ, ഒന്ന് ആസ്ട്രേലിയ. ഇനി 3 ഇടങ്ങൾ കടലുള്ളതായിരിക്കണത്. இந்த 6 ഇടങ്ങളിൽ താൻ കുമാരികാണ്ഡത്തിൻ്റെ 6 പട വീട്. ഇത് മൈഗ്രേറ്റ്. അപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ കുറേ ആൾക്കാർ മൈഗ്രേറ്റ് പണി ഇങ്ങ വന്നാച്ച്. അപ്പോൾ அந்த 6 ഇടങ്ങൾ ഇങ്ങ കൊണ്ടുവന്ന് വെച്ചാച്ച്. ഇത് താൻ இந்த 6 വീട്. ഇപ്പോൾ മുരുകയുഗത്തിൽ ഇത് എക്സ്പെൻഡ് പണ്ണും, തിരുമ്പി വരും ഉലകം മുഴുവൻ പവർഫുള്ളായിട്ട്. തിരുമ്പി അതേ ഇടത്തിലേക്ക് വരും, അവളോ പവർഫുള്ളായിട്ട് വരും. കാരണം അതുതാണ് ഞാൻ ചൊല്ലണത്, ഇന്ന് മുരുകയുഗത്തിൽ തമിഴ് കലാചാരം അവളോ പവർഫുൾ ആവുമെന്ന് ചൊല്ലണത്. തീർച്ചയായും അത് നമ്മൾ പ്രെയർ പണിക്കൊണ്ടേയിരിക്കും. അത് ரொம்ப പവർഫുൾ ആയിട്ട് വരും. കുറഞ്ഞുകൂടി പെരുസാവട്ടെ, അത് തന്നെ. நீங்க வந்து முருகரை பார்த்தேன் அப்படின்னு, இப்போ நான் என்ன மாதிரி ஆட்கள்லாம் முருகரை பார்க்கணும்னா என்ன பண்ணணும்? പ്രയർ താൻ അവരെ ഞാൻ ഡിസൈഡ് പണി பார்க்கறதில்ல, അവര് ഡിസൈഡ് പണി பார்த்தது. ஒரு டயலாக் இப்படி உண்டு, உண்மையே நீ நினைச்சாலும் முருகரை பார்க்க வர முடியாது, முருகர் நினைக்கணும். ഇപ്പൊ ഞാൻ നനച്ചിട്ടല്ല എനിക്ക് கிடைச்சது, അവര് നനച്ച കാരണം എന്താ, அப்படி உங்களுக்கு நினைக்க வேண்டி உங்களுக்கு பிரேயர் பண்ணுங்க. நீங்க வந்து நிறைய இடத்துக்கு டிராவல் பண்ணி போயிட்டு இருப்பீங்க, அப்படி ஒரு சுவாரஸ்யமான இடம் அப்படின்னா என்ன? நிறைய கண்ட்രീസ് போயிருக்கேன், ഒരു 20 കൺട്രീസിലോളം ട്രാവൽ பண்ணியிருக்கேன். நிறைய സീക്രട്ടാன ഇടങ്ങളിൽ പോയിരിக்கேன். ഒരു 1-2 എക്സാമ്പിൾ சொல்லலாம். ഒന്ന് മംഗോളി പോയിരിക്കുക, ഗോബി ഡെസർട്ട്. അത് ரொம்ப എക്സ്പീരിയൻസ്, ரொம்ப കോൾഡായിരുന്ന ഒരു ഇടം. കാഞ്ചൻജംഗ മൗണ്ടൻ ഇരിക്കുക, അത് അങ്ങനത്തെ ഒരു സീക്രട്ട് ഇരിക്കുക. അങ്ങ് ഒരു അഗ്നി ഇരിക്കുക, അഗ്നി ഇന്ത്യയുടെ ആത്മതാൻ. അതൊക്കെ കാവൽ നിൽക്കുന്നത് യതികൾ താൻ. യതികൾക്ക് കേൾപ്പെട്ടിരിക്കുക, മിസ്റ്റിക് നിറയെ യതികളെ കുറിച്ച് കേൾപ്പെട്ടിരിക്കും. യതികൾ താൻ കാവൽ നിൽക്കുന്നത്. കുമാരികാണ്ഡത്തിൽ നിറയെ വിഷയങ്ങൾ അങ്കതാൻ വെച്ചിരിക്കുന്നത്. ഇവർ താൻ യതികൾ താൻ കാവൽ നിൽക്കുന്നത്. അപ്പം ഞാൻ അങ്ക മുരുകപ്പെരുമാൾ അനുപ്പി അവരുടെ ബ്ലെസ്സിങ് കിടത്തിട്ട് യാഗത്തിക്ക് മുമ്പ് അവരുടെ ബ്ലെസ്സിങ് കിടക്കാൻ വേണ്ടി ഞാൻ ഗാങ്ടോക്കിൽ പോയിരുന്നു. ഒരു പെരിയ മൗണ്ടൻ, വലിയ സ്നോ ഒക്കെ ആയിട്ടുള്ള ഒരു മൗണ്ടനിൽ പോയി പ്രെയർ പണിയിട്ട് താൻ വന്നത്. അങ്ങ് ഒരു വിഷയം കൂടി ഇരിക്കുക, സുഭാഷ് ചന്ദ്രബോസ്. നിറയെ ആൾക്കാർ ഹീറോ തന്നെ അവരെ ഡെത്തിനെ പറ്റി നിറയെ മിസ്റ്ററീസ് ഇരിക്കുക. പക്ഷെ അവർക്കും இந்த കാഞ്ചൻജംഗ മൗണ്ടനായിട്ട് കണക്റ്റഡാണ്. അവർ ഡെത്താവല്ലേ. ഞാൻ പൊരിഞ്ഞ ട്രൂത്ത് അങ്ങ് പോയപ്പോൾ എനിക്ക് കിടച്ച മെസ്സേജ്, അവർ ഡെത്താവില്ല, അവർ അനദർ ഡയമെൻഷനിലേക്ക് ചേഞ്ച് ആയ ആളുകൾ. അവർ യതികളായിട്ട് അന്ന് കാഞ്ചൻജംഗ മൗണ്ടനായിട്ട് അവർക്ക് കണക്ഷൻ ഇരിക്കുക. പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അവർ ആക്ട് பண்ண പോകുന്നത് നിങ്ങൾ പാരുമ്പോൾ പുതിയ ന്യൂസിലൊക്കെ അവരെ പറ്റിയിട്ട് നിറയെ പൊളിറ്റീഷ്യൻസ് പേശ തുടങ്ങും. അവരുടെ ചില വിഷയങ്ങൾ ചെയ്യണ വിഷയങ്ങൾ വരും.
அது இனி பாருங்க, இனி ரீசெண்ட் பொலிட்டிக்ஸில் நம்ம நிறைய பார்க்க முடியும். மக்கள் வந்து கடவுளை கூப்பிடணும் அப்படின்னா எப்படி ப்ரேயர் பண்ணணும் முதல்ல? അല്ല നിറയെ ആൾക്കാർ എന്നെ കൂപ്പിടാറുണ്ട് അവരുടെ ഓരോ പേഴ്സണൽ പ്രോബ്ലം சொல்லிட்டு ഒരു ബിസിനസ് അല്ലെങ്കിൽ വ്യാധി நிறைய விஷயங்கள் பேச அது எப்படி വെച്ചാൽ മുരുകപ്പെരുമാൾ அளவில் ഞാൻ അവർക്ക് പ്രയർ பண்ணாറുണ്ട്, ഹീലിംഗ് பண்ணாറുണ്ട്. അത് ആരുടെയും ഫ്രീ தான், സർവീസ് தான், ആരെയും പണം വാങ്ങാതെ. അത് ரொம்ப ഇമ്പോർട്ടൻ്റ് ആയിട്ട് சொல்லணும். ഇത് சொல்லுമ്പോൾ நிறைய ആൾക്കാർ വിചാരിക്കും പണം കാക്കാണ്, ആരുടെയും പണം വാങ്ങാതെ. இல்ல நிறைய பேர் அப்படி பணம் வாங்குறாங்க, நாங்க ஜோசியம் பார்க்குறோம் அப்படின்னு அதுல தான் கொட்டுறாங்க நிறைய பணத்தை. ഇല്ല, ഞാൻ ഇത് ഫ്രീ தான், ഫ്രീ സർവീസ് ஃப்ரீயா ஒரு சர்வீஸ் സർവീസ് பண்ணணும். അത് എപ്പോഴും വെച്ചാൽ മുരുകപ്പെരുമാൾ അപ്പോൾ അലവ് பண்ணிയിരിക്കുക. അത് എന്നോട് ഒരു പവറേ ഇല്ല അതിൽ. ഒരാൾ അവരുടെ പ്രോബ്ലം ചൊല്ലുമ്പോൾ നമ്മൾ അത് മുരുകപ്പെരുമാൾ പാദത്തിൽ വെക്കും, നമ്മ ആൾ തന്നെ കാപ്പാത്തുമ്പോൾ അതുதான் അவ்வளோதான். ഇപ്പം നമ്മൊരു പ്രൈം മിനിസ്റ്റർ എவ்வளோ ബിസിയാണെങ്കിലും അവർക്ക് ரொம்ப വേണ്ടപ്പെട്ട ഒരാൾ இந்த ഫയൽ ഒന്ന് നമ്മ ആളുടെ ഫയൽ താന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ശരി സൈൻ പോടുമല്ലോ. അതേമാതിരി നാം മുരുകപ്പെരുമാളുടെ ഡ്യൂട്ടി പറ്റുന്ന ആൾ കൊഞ്ചം ഇഷ്ടം തന്നെ. അപ്പോൾ ആരെങ്കിലും അവരുടെ പ്രയർ ഞാൻ അവരുടെ പാദത്തിൽ ചൊല്ലും, ഒന്ന് പാകം നമ്മ ആൾ தான் അവരുടെ ചൊല്ലണം. അതിൽ അവർ സൈൻ பண்ணி அந்த ആൾക്കാർ എസ്കേപ്പ് ആയി, അപ്രൂവ് பண்ணி കഴിഞ്ഞാൽ அந்த ആൾ എസ്കേപ്പ് ആയി, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ முடியாது. ஓகே, இப்போ நீங்க வந்து கேரளா, உங்களுக்குன்னு வந்து தமிழ்நாட்டுல குரு சிஷ்யன் இப்படி யாராட்டு? ഇല്ല അപ്പടിയല്ല. ഞാൻ എന്നോട് ജേണി 2004 ഞാൻ സ്റ്റാർട്ട് பண்ண സ്പിരിച്വൽ ജേണി. 2016 വരെ എനിക്കത് വെളിയിൽ ചൊല്ലാൻ അലൗഡല്ല. ഞാൻ സീക്രട്ട് தான் ட்ராவல் பண்ணியிருந்தது, മുരുകപ്പെരുമാൾ അലവ് பண்ணலை. 12 வருஷத்துக்கு அப்புறம் தான் മുരുകപ്പെരുമാൾ വെളിയിൽ അലവ് പണിയത്. 12 ഇയേഴ്സ് ട്രെയിനിങ്, 5 ഇയേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞാൽ MBBS கிடைக்கும். 12 ഇയേഴ്സ് ട്രെയിൻ കഴിഞ്ഞിട്ട് ശിഷ്യനാകാൻ முடியும். அதுக்கப்புறம் வெளியில் சொல்லிட்டு LMRK പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് பண்ணுമ്പോൾ എന്നോട് 3 விஷயങ്ങൾ സ്ട്രിക്റ്റായിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഗുരു എന്ന് ചൊല്ലക്കൂടാതെ, കൂടാതെ ഞാൻ ആരും ആരോടും ഞാൻ ഗുരു എന്ന് ചൊല്ലക്കൂടാതെ, ഗുരു കിടയാത്, ഗോഡ്മാന്ന് ചൊല്ലക്കൂടാതെ, നോർമൽ ഡ്രസ് പോട്ട് നോർമൽ മനുഷ്യനാ എല്ലാവരോടും ചൊല്ലുങ്കോ, എല്ലാവരോടും പേശുങ്കോ, എല്ലാവരെയും ഗൈഡ് பண்ணுங்க, ഒരു ക്യാപ്റ്റനായിട്ട് ഗൈഡ് பண்ணுங்க. ஓகே சார், நீங்க சொல்ற மாதிரி உலகத்தை ஆள போறான் தமிழன் அப்படின்னு சொன்னா മുരുകപ്പെരുമാൾ. അതിലൊരു വിഷയം കൂടിയുണ്ട്. നമ്മള് നോസ്ട്രഡാംസിന്റെ നിറയെ ആൾക്കാർ ചൊല്ലണ കേട്ടിട്ടുണ്ട്. 3 മുക്കടൽ ഒരാൾ വരും, അവര് ആളപ്പോകുന്നത്. അത് ആക്ച്വലി ചൊല്ലിയത് മുരുകപ്പെരുമാൾ தான். മുരുകയുഗത്തിനെ പറ്റിയത്. കാരണം കുമാരികാണ്ഡം தான் அந்த മുക്കടൽ. അങ്ങേന്ന് പറഞ്ഞ എനർജിന്ന് മുരുകയുഗം, അങ്ങേന്ന് പറഞ്ഞ ആളുതാ മുരുകപ്പെരുമാൾ. അവരുതാ ആടെ പോകുന്ന നോസ്ട്രഡാംസ് ചൊല്ലിയിരിക്കുന്നത്. சீக்கிரம் முருகரும் வரட்டும், நாங்களும் வெயிட் பண்ணிட்டு இருக்கோம். ஓகே சார், தேங்க் யூ so much. வணக்கம். தேங்க் யூ.